നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി, ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കം വരാതെ ഒരുപാട് നേരം കിടന്നു. പുലർച്ചെ എപ്പോഴും ഉറങ്ങിയത്. പിന്നെ ഇന്നലെ കഴിച്ച മെഡിസിന്റെ ക്ഷീണം, അതുകൊണ്ടാ നേരം വെളുത്തിട്ടും ഞാൻ അറിയാതെ പോയത്. നിങ്ങൾ പോയിക്കോ, ഞാൻ വേഗം വന്നേക്കാം. നിന്നോടേ അടുക്കളയിലേക്ക് വരൂന്ന് ചോദിക്കാൻ വന്നതല്ല ഞങ്ങള്. മര്യാദയ്ക്ക് അടുക്കളയിലേക്ക് വന്ന് അവിടുത്തെ ജോലികൾ ചെയ്യാൻ പറയാൻ വന്നതാ. നോക്കണ്ട, ഇന്നു മുതൽ അടുക്കളയിലെ ജോലികള് നീയും കൂടി ഏറ്റെടുത്ത് ചെയ്യണം. എന്നും പുലർച്ചെ തന്നെ നീ അടുക്കളയിൽ കയറിയേ പറ്റൂ. ഞാൻ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യാറുണ്ടല്ലോ. പിന്നെ ഇപ്പൊ മാത്രം എന്താ ഒരു പുതുമ? ഇതില് പുതുമയൊന്നുമല്ല, ഇത് ഞങ്ങളുടെ തീരുമാനം. ആരുടെ തീരുമാനം? ഞങ്ങളെന്ന് പറഞ്ഞ ഞങ്ങൾ തന്നെയാ. നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇന്നു മുതൽ ഇവിടുത്തെ അടുക്കള ജോലികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിന്റേതും കൂടിയാ. വെറുതെ ജോലിക്കാരെ ഏൽപ്പിച്ച മാത്രം പോരാ, വായിക്ക് രുചിയായിട്ട് വല്ലതും വെച്ചുണ്ടാക്കണം. കുറച്ചുനാൾ ഒരുപാട് സുഖിച്ചതല്ലേ, ഇനി അതങ്ങ് മതിയാക്കാം. വേഗം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വാ. ഇനിയെങ്കിലും ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് ജീവിച്ചു പോവാം. അല്ലെങ്കിൽ നിനക്കിവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സ്വന്തം വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യാൻ എനിക്കൊരു അപമാനവും ഇല്ല. പക്ഷേ അതിനെനിക്ക് നിങ്ങളുടെ ഉത്തരവൊന്നും ആവശ്യമില്ല. ഇന്നലെ വരെ നീ ഇവിടെ പല കാര്യങ്ങളും തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ ഉത്തരവുകൾ അനുസരിച്ചേ പറ്റൂ. ഇനി നിനക്ക് IPS ഒന്നും പഠിക്കാൻ പോകണ്ടല്ലോ, അതൊക്കെ തീർന്നു കിട്ടിയില്ലേ? നീ IPS കാരിയാകാൻ പോകുന്നെന്നും പറഞ്ഞ് ഞങ്ങളെ കുറെ ഓടിച്ചു. കാര്യം അറിയാതെ ചേച്ചി നിന്റെ താളത്തിനൊത്ത് തുള്ളുകയും ചെയ്തു. പക്ഷേ നീ എല്ലാവരും ചതിച്ചു, IPSും കളഞ്ഞു. എന്തിന്? വെറുതെ കുറെ കാശ് കളഞ്ഞത് മാത്രം മിച്ചം. ഇനി നിന്റെ ഒരടവും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് വന്ന അടുക്കളയിൽ ജോലി ചെയ്തോണം. നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂടി. നിന്റെ എല്ലാ അഹങ്കാരവും തീർത്തു തരാടി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ രണ്ടുപേരും പൊക്കോ. വേഗം വന്നേക്കണം. ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുത്. കിട്ടിയ അവസരം നോക്കി രണ്ടുപേരും കൂടി എന്നോട് പക തീർക്കാൻ ഇറങ്ങിയതാ. എന്താ ചെയ്യണ്ടേ? ഇക്കാര്യം അമ്മയോട് പറയണോ? അല്ലെങ്കിൽ വേണ്ട. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. അല്ലെങ്കിലും സ്വന്തം വീട്ടിലെ അടുക്കള ജോലി ചെയ്യുന്നതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവരുടെ പ്രതികാര നടപടികൾ ഇതുവരെ പോകുന്നു നോക്കാം. അതെ ടീച്ചർ, ഞാൻ തറവാട്ടിൽ തന്നെയുണ്ട്. ഇല്ല, പോയിട്ടില്ല. ആ, സ്വാതി എൻ്റെ ഒപ്പം തന്നെയുണ്ട്. ടീച്ചറെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ശരി ടീച്ചർ. അല്ല എടി, നീ ആരോട് സംസാരിച്ച്? ലക്ഷ്മി ടീച്ചറിനോട്. എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞ്? തൽക്കാലം അവർ നമ്മുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഇന്ന് കരുതി മയൂരി നാളെ പറഞ്ഞുകൂടാന്നൊന്നുമില്ല. അവൾ എന്തെങ്കിലും പറഞ്ഞോ നമ്മളും അകത്തു പോവും. നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അവൾ എന്താ പോലീസിന് മൊഴി കൊടുത്തേ? അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി. മയൂരി രാഖിയെ തല്ലി, അവൾ തിരിച്ചടിച്ചു. അബദ്ധത്തിൽ രാഖി സ്റ്റെപ്പിൽ നിന്ന് വീണു. കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. റാഗിങ് എന്നൊരു സംഭവം അവിടെ നടന്നിട്ടേയില്ല. സമാധാനമായി. അങ്ങനെ സമാധാനപ്പെടാൻ വരട്ടെ. കേസിന്റെ ഡയമെൻഷൻ എപ്പോ വേണമെങ്കിലും മാറാം. കണ്ടു നിന്ന കുട്ടികൾ വേറെയുണ്ടല്ലോ അവിടെ. ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് അവരാരെങ്കിലും മൊഴി കൊടുത്താ, അയ്യോ, ഇപ്പോഴത്തെ കളിയൊക്കെ മാറും. പിന്നെ രാഖിയെ റാഗി ചെയ്ത് കൊന്നുവെന്നായിരിക്കും കേസ്. അങ്ങനെ വല്ലതും ഉണ്ടായ ഒരു ജീവപര്യന്ത ശിക്ഷ ഉറപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊന്ന് ഉറങ്ങിയിട്ടെന്നെ ദിവസങ്ങളായി. തൽക്കാലം അവര് നമ്മുടെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇനിയും പറയില്ല.
എന്തൊരു ഒലിപ്പീര്. എടി വായി നോക്കുന്നതിന് ഒരു മര്യാദയ്ക്കുണ്ട്. പൊടി, ഇവൻ ആരെ വായി നോക്കിയൊന്നുമില്ല. നീ എന്നെ ഒന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട, ഞാൻ കാണുന്നുണ്ടല്ല. നിനക്കവനോട് പ്രേമാണോ? ഒന്ന് പോടി അവിടുന്ന്. പ്രേമം പോലും. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. എനിക്ക് പണ്ട് അവനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എന്തോ അവനോട് പിണങ്ങാൻ കഴിയുന്നില്ല. ഇടയ്ക്കൊക്കെ അവനെ കാണുന്നത് മനസ്സിനൊരു വല്ലാത്ത സന്തോഷ. ആ, ഈ സന്തോഷത്തിന്റെ വേറൊരു പേരാ പ്രേമം. എന്റെ പൊന്നു മോളെ, നീ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലൊന്നും പോണ്ട. അവന്റെയൊക്കെ മനസ്സിൽ വേറെ ആള് കാണും. അത് നിനക്കെങ്ങനെ അറിയാം? ഈ ആണുങ്ങളൊക്കെ അങ്ങനെയാടി. ആ ശ്രേയ അവനും തമ്മില് അടുപ്പാണെന്ന് ഇവളോട് പറഞ്ഞാലോ? എടി, നീ ഒരു പഴയ ചൊല്ല് കേട്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? എടി, പഴഞ്ചൊല്ല്. ഓ, ബനാന ടോക്ക്. ആ, അതെ, അത് തന്നെ. നമ്മളെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച എത്ര വൈകിട്ടാണെങ്കിലും ദൈവം അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുമെന്ന്. ഇവന്റെ കാര്യത്തില് നിനക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയെ വേണ്ട. ഇവൻ വേറെ ലെവലാ മോളെ. നീ ഇവനെ വിട്ടുപിടിച്ചോ, അതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കരയേണ്ടി വരുവേ. നമ്മൾ രണ്ടും ഇപ്പൊ ഒരുപോലെ ആയല്ലേ മാഡം? മാഡം മരുവത്തൂരിലെ കൊച്ചമ്മയുടെ പോസ്റ്റിൽ നിന്ന് പെട്ടെന്ന് അടുക്കളക്കാരിയുടെ പോസ്റ്റിലേക്ക് മാറി. എന്തു ചെയ്യാം, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യണമെന്നും ഒരു നിയോഗം കാണും. എന്റെ പോസ്റ്റിനെ കുറിച്ച് ഓർത്ത് നീ അധികം ബുദ്ധിമുട്ടണ്ട. മരുവത്തൂരിലെ മരുമകളുടെ പോസ്റ്റ് എന്നും എനിക്ക് തന്നെയാ. സ്വന്തം വീടിന്റെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതില് ഒരു പെണ്ണും ഒരിക്കലും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. അത് അഭിമാനിക്കാനുള്ള കാര്യമാണ്. നിന്നെപ്പോലെയുള്ള ജോലിക്കാരികളൊക്കെ വരും പോകും, പക്ഷേ മരുമകൾക്ക് മാറ്റം ഉണ്ടാവില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് ഫീൽ ചെയ്തോ? ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും ആവശ്യമില്ലാതെ ഫീൽ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് നീ നിന്റെ ജോലി നോക്ക്, അതാ നിനക്ക് നല്ലത്. അല്ല, ഇതെന്താ ഇത്രയും നേരമായിട്ട് അടുക്കളയിലൊന്നും ആയില്ലേ? എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ഇവിടെ പലരും പല അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നവരാ. അതുകൊണ്ടേ ആഹാരം സമയത്തിന് വിളമ്പണം, ഇല്ലെങ്കിൽ പലരും ബോധം കെട്ട് വീഴും. വെറുതെ അവരെ വഴക്ക് പറയണ്ട. ആഹാരം സമയത്തിന് മേശപ്പുറത്തുണ്ടാവും. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇവിടുത്തെ അടുക്കളയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാനും കൂടി അറിയണമല്ലോ. ഇന്നും അങ്ങനെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്? കഴിക്കാൻ സമയമാവുമ്പോ നിങ്ങൾ വന്നിരുന്നാ മതി, ആഹാരം റെഡി ആയിരിക്കും. എന്തായാലും ഓണാണല്ലോ. അടുക്കളയിൽ ജോലി ചെയ്യുന്നവരോട് ഞങ്ങൾക്ക് എന്നും ബഹുമാനാ. വീട്ടുജോലിക്കാരികൾക്ക് ഓണക്കോടി കൊടുക്കുന്നതേ ഒരു ചടങ്ങാ. വിനീതേ, നിനക്കൊരു ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സാരി. സാരിയാ? എനിക്ക് വേണ്ട, എന്റെ ആവശ്യത്തിന് സാരി ഉണ്ട്. അത് നീയല്ല തീരുമാനിക്കുന്നത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന കാര്യം മാത്രം തീരുമാനിച്ചാ മതി. ഓണക്കോടി ആർക്കൊക്കെ കൊടുക്കണമെന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങളുടെ ജോലിക്കാരിക്ക് പകരക്കാരിയായിട്ട് വന്നവളാ ഞാൻ. ഈ സമ്മാനം അവര് വരുമ്പോ കൊടുത്താ മതി. അവള് വരുമ്പോ ഞങ്ങൾ വേറെ കൊടുത്തോളാം. ഇത് നിനക്കുള്ളതാ, ഇത് വാങ്ങിച്ചോ. നിനക്ക് വേണ്ടി ഞാൻ വേറൊരു ഓണക്കോടി കരുതിയിട്ടുണ്ട്. IPS കളഞ്ഞിട്ട്
അടുക്കളയിലേക്ക് വന്നവളല്ലേ നീ? ദാ, നിനക്കുള്ള സാരി. അയ്യോ, നീ തെറ്റിദ്ധരിക്കണ്ട. വിനീതയ്ക്ക് കൊടുത്തതിനേക്കാൾ കുറച്ച് വിലപിടിപ്പുള്ള സാരിയാ ഇത്. എന്താ, എന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ നിനക്ക് മടിയുണ്ടോ? എനിക്കൊരു മടിയുമില്ല. അടുക്കള ജോലി അത്ര മോശപ്പെട്ട ജോലിയാണെന്ന് എനിക്ക് അഭിപ്രായവുമില്ല. സ്വന്തം വീട്ടിലുള്ളവർക്ക് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഒരു പുണ്യം തന്നെയാ. IPS പരീക്ഷ എഴുതാൻ പറ്റാത്തതിലോ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിലോ എനിക്കൊരു സങ്കടവും ഇല്ല. നിങ്ങൾ എനിക്ക് മുൻപേ ഈ വീട്ടിൽ വന്നവരാ. നിങ്ങളോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. അടുക്കള ജോലിക്കാരിക്ക് കൊടുക്കുന്നു എന്ന പേരിലാണെങ്കിലും എനിക്ക് ഒരു സാരി വാങ്ങിത്തരാൻ നിങ്ങൾക്ക് തോന്നിയല്ലോ. അതിലെനിക്ക് പ്രത്യേക സന്തോഷവും നന്ദിയുണ്ട്.